ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 5 ഞാൻ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ഞാനൊരു 7 ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ 2 സൈഡും ഒന്ന് മുക്കി അപ്പോൾ തന്നെ എടുത്തിട്ട് നന്നായിട്ട് അതിലെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് ഇതുപോലെ പൊടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ ബ്രെഡിന് ഒരു ചെറിയൊരു നനവ് വേണം, അതിന് വേണ്ടിയിട്ടാണ് ബ്രെഡ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന കുറച്ച് ചിക്കനാണ് കേട്ടോ. ചിക്കൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തുന്നുള്ളൂ. ചിക്കൻ ഇല്ലെങ്കിലും ഈ സ്നാക്ക് ഒരു പൊളി ടേസ്റ്റ് തന്നെയാണ്. ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാട്ടോ. പിന്നെ ഒരു മീഡിയം സവാള അതുപോലെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിലേക്ക് ഇടുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ മല്ലിയില ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മല്ലിയിലയുടെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. അപ്പോൾ മുളക് പൊടി നമ്മൾ ചേർക്കല്ല കേട്ടോ ഇതിൽ. കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ഇതിൻ്റെ എരിവിലേക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇനി വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട. സവാളയിലും അത്യാവശ്യം നനവുണ്ടാവും. പിന്നെ ബ്രെഡ് നമ്മൾ അത്യാവശ്യം ഒന്ന് നനച്ചതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് നുള്ളി എടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിൽ നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യണം കേട്ടോ. ഇനി അഥവാ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തിട്ട് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഷാലോ ഫ്രൈ പോലെ കേട്ടോ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട. ഇതുപോലെ നമ്മളൊന്ന് തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുക്കരുത്. കാരണം ബ്രെഡ് ആയതുകൊണ്ട് വേഗം തന്നെ പൊടിഞ്ഞിട്ട് പോകും. അപ്പോൾ ഒരു സൈഡ് വെന്തതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. അത് കാരണം മറ്റേ സൈഡും കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 2 സൈഡും കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയിട്ട് ഒരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കോ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.